ലുഗത്ത് എന്ന് പറയുമ്പോഴോ, ലുഗത്ത് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓരോരുത്തരും അവരുടെ മഖാസിദ് മനസ്സിലുള്ളത് പ്രകടിപ്പിക്കാൻ വേണ്ടി പ്രയോഗിക്കുന്ന കലാമിനിക്കാണ് ലുഗത്ത് എന്ന് പറയുന്നത്. ഇന്നൽ കലാമ ലഫിൽ ഫുആദി വ ഇന്നമാ ജുലൽ ലിസാനു അലൽ ഫുആദി ദലീല. അപ്പൊ മനസ്സിലുള്ളത് പ്രകടിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ വാക്കുകൾക്കാണ്, കലാമിനാണ് ലുഗത്ത് എന്ന് പറയുന്നത്. അപ്പോ മൽ ഫർഖു ബൈനൽ ലുഗത്തി വൽ അദബ്, അദബ് ഖാസാണ്, ലുഗത്ത് ആമുമാണ്. എന്നാൽ ഈ ലുഗത്ത് ആകട്ടെ അദബാകട്ടെ അതിങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ വലിയ വലിയ മാറ്റങ്ങൾ അതിനിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അത് വ്യക്തികൾ തന്നെ മാറുന്നതനുസരിച്ച്, അവരുടെ സാഹചര്യം മാറുന്നതനുസരിച്ച്, അവരുടെ സ്വഭാവം മാറുന്നതനുസരിച്ച് അവരുടെ ഭാഷയും അതുപോലെ തന്നെ സംസാരവും അവരുടെ അദബിനുമൊക്കെ മാറ്റം സംഭവിക്കും. ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹൻസ റളിയല്ലാഹു അൻഹു തന്നെയാണ്. ഹൻസ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുന്നത് വരെ സഹറിന് വേണ്ടി കരഞ്ഞു, ഒരുപാട് ഖസായിദകൾ ചൊല്ലി. എന്നാൽ ഇസ്ലാമിൽ വന്നതിന്റെ ശേഷം അവസാന കാലത്ത് ഹൻസ റളിയല്ലാഹു അൻഹുവിന്റെ 3 മക്കൾ, പുത്രന്മാരെ യുദ്ധത്തിന്, യർമൂക്ക് യുദ്ധത്തിന് പറഞ്ഞയക്കുകയും ആ യർമൂക്ക് യുദ്ധത്തിൽ 3 പേരും മരണപ്പെടുകയും ചെയ്തു. എന്നിട്ടോ ഹൻസ റളിയല്ലാഹു അൻഹു ഒരൊറ്റ ബൈത്ത് പോലും ചൊല്ലിയില്ല. ചോദിച്ചപ്പോ എന്താണ്? ഇസ്ലാമിനെ ക്ഷമിക്കാൻ പഠിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, അദ്ദേഹം 60 വർഷം ജാഹിലിയ കാലത്തും 60 വർഷം ഇസ്ലാമിലുമായിട്ട് 120 വർഷം ജീവിച്ച വ്യക്തിയാണ്. എന്നാൽ ജാഹിലിയ കാലത്ത് അദ്ദേഹം ചെയ്തിരുന്ന ഖസായിദുകൾ അത് വളരെ മൂർച്ചയുള്ളതായിരുന്നു. ആളുകളെ കുറ്റം പറയുമ്പോ, ഹിജാബ് ചെയ്യുമ്പോ വളരെ മൂർച്ചയായിരുന്നു. പക്ഷേ ഇസ്ലാമിൽ വന്നതോടുകൂടി അതിന്റെ മൂർച്ച കുറഞ്ഞു. കാരണം എന്താ? ആളുകളെ കുറ്റം പറയുവാനും പറയുന്നതിനുമൊക്കെ ഇസ്ലാമിൽ പരിധിയുണ്ട്. അപ്പൊ ഇങ്ങനെ മാറ്റം കാലം മാറുന്നതനുസരിച്ച്, അതുപോലെ തന്നെ സാഹചര്യം അനുസരിച്ച് അത് അദബിനും ലുഗത്തിനുമൊക്കെ മാറ്റം സംഭവിച്ചു കൊണ്ടിരിക്കും. അലി ഇബ്നുൽ ജഹ്മിന്റെ കാര്യം നമുക്ക് എടുക്കാം. അലി ഇബ്നുൽ ജഹ്മ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഗ്രാമത്തിലാണ് ജീവിച്ചിരുന്നത്. പരുക്കം സ്വഭാവവുമായി ഇണങ്ങിച്ചേർന്ന വ്യക്തി. ഗ്രാമത്തിലുണ്ടായിരുന്ന ആടുകളെ, അതുപോലെ തന്നെ നായകള്, ഇതുകളൊക്കെ മാറ്റി ഇണങ്ങിച്ചേർന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. അങ്ങനെ അദ്ദേഹം മുത്തവക്കിൽ രാജാവിന്റെ അടുത്ത് വന്നു. അങ്ങനെ മുത്തവക്കിൽ രാജാവിനെ മദ്ഹ് ചെയ്യുകയാണ്. മദ്ഹ് ചെയ്തിട്ട് അദ്ദേഹം ആദ്യമായിട്ട് വന്ന ഉടനെ തന്നെ മുത്തവക്കിൽ രാജാവിന് മദ്ഹ് ചെയ്തു. അൻതകൽ കൽബി ഫീ ഹിഫാദിക ലിൽ ബുദ്ധി വകത്തൈസി ഫീ ഖിറാഇൽ ഖുതൂബി. അൻതകൽ കൽബി, നിങ്ങൾ നായനെ പോലെയാണ്. എങ്ങനെ ഉണ്ടാവും? രാജാവിന് വന്നിട്ട് ആദ്യമായിട്ട് മദ്ഹ്, നിങ്ങൾ രാജാവിനെ പോലെയാണ്. ഇതാ ഫീ ഹിഫാദിക ലിൽ ബുദ്ധി, സ്നേഹം സൂക്ഷിക്കുന്നത്. നായക്ക് വലിയ സ്നേഹമാണ്. യജമാനെ കണ്ടാൽ നായ വാലാട്ടും. ആ നായയെപ്പോലെ നിങ്ങൾ സ്നേഹമുള്ള വ്യക്തിയാണ്. വകത്തൈസി, കൂറ്റനാടിനെ പോലെയാണ്. ഫീ ഖിറാഇൽ ഖുതൂബ്, വിഷമങ്ങളൊക്കെ തട്ടിമാറ്റുന്നതിൽ. ഇങ്ങനെ പറഞ്ഞ് രാജാവിന് മദ്ഹ് ചെയ്തപ്പോ, ഇത് ആശയം നല്ല ശക്തമായ ആശയമാണെങ്കിലും അദ്ദേഹം ഇവിടെ നായയോടും ആടിനോടും ഒക്കെ തുല്യപ്പെടുത്തിയപ്പോ അത് ചുറ്റുമുള്ളവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവരൊക്കെയും എന്താ നിങ്ങൾ പറയുന്ന? അദ്ദേഹത്തിന് തിരിഞ്ഞപ്പോ രാജാവ് പറഞ്ഞു, ഉത്റുഖുഹു ആദാ മിൻ ബിയദിഹി. ഇത് അദ്ദേഹത്തിന്റെ ചുറ്റുപാടിൽ നിന്നിട്ട് ഉണ്ടായതാണ്. അത് അദ്ദേഹത്തിന്റെ ചുറ്റുപാട് അങ്ങനെ, അതുകൊണ്ടാണ് വിട്ടേക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ചു കാലം ഇദ്ദേഹം പട്ടണത്തിൽ താമസിച്ചു. അങ്ങനെ താമസിച്ചതിന് ശേഷം ഇദ്ദേഹത്തിന് മാറ്റങ്ങൾ വന്നു. പിന്നെ ഖലീഫൽ വന്നിട്ട് അടുത്ത് വന്നിട്ട് പിന്നെ അദ്ദേഹം ചൊല്ലിയപ്പോ മറ്റു രീതിയിലായിരുന്നു. ഉയൂനുൽ മഹാ ബൈനൽ ജസഫ് ബൈനർ റസഫതി വൽ ജസർ ജലബ്നൽ ഹവാ മിൻ നൈതു അദ്രി വലാ അദ്രി. ഉയൂനുൽ മഹാ, കാട്ടുപശുക്കളുടെ കണ്ണുകളാണ്. അറബികൾ സാധാരണ സ്ത്രീയുടെ കണ്ണിനെ കാട്ടുപശുവിന്റെ കണ്ണിനോട് തുല്യപ്പെടുത്തും, വിശാലമായ കണ്ണിനോട്. അങ്ങനെ ഉയൂനുൽ മഹാ ബൈനർ റസഫതി വൽ ജസർ, ജസറിൽ ജസാഫത്ത് എന്ന സ്ഥലങ്ങളിലുള്ള, അവിടെയുള്ള ആ സ്ഥലങ്ങളിലുള്ള കാട്ടുപശുക്കൾ,
പോലെയാണ്. ഞാൻ അറിഞ്ഞോ അറിയാതെയോ എന്റെ സ്നേഹത്തെ അവർ ആവാഹിച്ചെടുത്തു എന്ന് പറഞ്ഞിട്ട് നല്ല മൃദുലമായി ആദ്യത്തെ പരുക്കൻ സ്വഭാവമൊക്കെ മാറി പിന്നീട് എന്തായിരിക്കുന്നു ആ മൃദുലമായ റഖീഖായ ഖസായിദുകള് അശ്ആറുകള് അദ്ദേഹത്തിന്റെ നിന്ന് വരാൻ തുടങ്ങി. അപ്പൊ ഇതാണ് പറയുന്നത്, ഒരു വ്യക്തി തന്നെ അവന്റെ ജീവിതവും സാഹചര്യവും മാറുന്നതനുസരിച്ച് അവന്റെ ലുഗത്തും അദബും മാറിക്കൊണ്ടേയിരിക്കും. എന്നാലോ വ്യക്തി തന്നെ മാറി നിൽക്കുമ്പോ കാലങ്ങൾ കഴിയുന്നതനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും.